അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ആകാശത്തിനു കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ ഇപ്രകാരം പ്രസ്താവിച്ചത്? നാം വസിക്കുന്ന ഈ ലോകം അന്ധകാരത്തിന്റെ പിടിയിലാണ്. പിശാച് ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്താത്തവർ അന്ധകാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവരെ പറ്റി വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നുവെന്ന്. അതിനാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കുമേൽ പ്രകാശം ഉദിച്ചിട്ടുണ്ട്. ആ പ്രകാശമാണ് 2000 വർഷം മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉദയം ചെയ്തത്. ആ പ്രകാശത്തിലേക്ക് കടന്നു വന്നവരാണ് പ്രകാശത്തിന്റെ മക്കൾ. ഈ ക്രിസ്തുമസ് നമ്മെ ഉത്തരവാദിത്വപ്പെടുത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നാം പ്രകാശത്തിന്റെ മക്കളാണെന്ന് എപ്പോഴും ഓർക്കുകയും അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. 2, നാം ക്രിസ്തു എന്ന പ്രകാശത്തെ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന പ്രകാശവാഹകരാവുക. പരിശുദ്ധ അമ്മയാണല്ലോ ആദ്യത്തെ പ്രകാശവാഹക. കാരണം ക്രിസ്തു എന്ന പ്രകാശത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ മറിയം. അതിനാൽ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്കും ക്രിസ്തു എന്ന പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകാം. അങ്ങനെ യഥാർത്ഥ ക്രിസ്മസ് നമ്മുടെ ജീവിതങ്ങളിലും അന്ധകാരത്തിൽ വസിക്കുന്നവരുടെ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ നേരുന്നു.